ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്നലത്തെ എപ്പിസോഡിൽ ഷാനവാസിനെതിരെയുള്ള ലാലേട്ടൻ്റെ സംഹാര താണ്ഡവമായിരുന്നു നമ്മൾ കണ്ടത്. ഷാനവാസിനെ ലാലേട്ടൻ വെട്ടി വീഴ്ത്തിയിരിക്കുകയാണ്. ഷാനവാസിൻ്റെ എല്ലാ ഗെയിമും എക്സ്പോസ്ഡായി ഷാനവാസ് മൊത്തത്തിൽ തീർന്ന് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും വലിയൊരു ഫാക്റ്റ്. അതായത് ലാലേട്ടൻ തുടങ്ങുന്നത് തന്നെ സീക്രട്ട് ടാസ്കിൻ്റെ വീഡിയോ കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ സീക്രട്ട് ടാസ്ക് എന്താണ്, അതെന്തായിരുന്നു കുളമാക്കാനുള്ള ആ ഒരു ചേതോ വികാരം എന്നൊക്കെ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഓരോരുത്തരോടും ഈ ഒരു കാര്യങ്ങൾ ചോദിക്കുകയാണ്. അനുമോളോട് ചോദിക്കുന്ന സമയത്ത് ഷാനവാസും ആര്യനും അക്ബറും ലക്ഷ്മിയും അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ലാലേട്ടൻ വല്ലാത്ത രീതിയിൽ ദേഷ്യപ്പെട്ടിട്ട് ഷാനവാസ് ഒന്നും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പൊക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രേക്ക് എടുക്കുകയാണ്. ശേഷം തിരിച്ചു വന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഷാനവാസിനിട്ട് കൊട്ടുന്നുണ്ട്. നിങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? എന്നാൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം, നിങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കൂ എന്നൊക്കെ പറയുന്നത്. മാത്രമല്ല സ്ത്രീകളോടുള്ള ഷാനവാസിൻ്റെ മോശം പെരുമാറ്റം അല്ലെങ്കിൽ പദപ്രയോഗങ്ങൾ, സ്ത്രീകളോടുള്ള എടി പോടി വിളി എന്നതിനെക്കുറിച്ചും ചേട്ടച്ചൻ കളിയെക്കുറിച്ചും, അതായത് ചേട്ടച്ചൻ എന്നുള്ള ഷാനവാസിൻ്റെ ആ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ആദില, നൂറ, അനുമോള് അങ്ങനെയുള്ള കുറച്ച് ആളുകളോടുള്ള വല്യേട്ടൻ കളിയും ബി ഫാക്ടറി ടാസ്ക് കുളമാക്കിയതും സ്ത്രീകളോടുള്ള മോശം പദപ്രയോഗത്തെക്കുറിച്ചും ആര്യൻ ഷാനവാസിൻ്റെ അമ്മയെ വിളിച്ചു എന്ന തോന്നലിന്മേൽ ഷാനവാസ് ആര്യനെ മാൻ ഹാൻഡിൽ ചെയ്യാൻ പോയ കാര്യവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ ഇന്ന് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ഷാനവാസിന് ഈ ഒരു വാണിങ് കുറച്ച് സമയം മുൻപ് കിട്ടിയതായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഷാനവാസ് നന്നാകുമായിരുന്നു. കാരണം ഫാമിലി വീക്കിന് ശേഷം ഷാനവാസിൻ്റെ ഗെയിം എന്താണ്, എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെപ്പറ്റി ഷാനവാസിന് പോലും യാതൊരുവിധ ബോധവും ഉണ്ടായിരുന്നില്ല. ഫാമിലി വീക്ക് ആവുന്നത് വരെ ആദ്യ ദിവസം മുതൽ വളരെയധികം നല്ല രീതിയിൽ ഗെയിം കളിച്ചിരുന്ന ഒരു ഗെയിമർ ആയിരുന്നു. എന്നാൽ ഇടയ്ക്ക് എവിടെയോ, കൃത്യമായി പറഞ്ഞാൽ ഫാമിലി വീക്കിന് ശേഷം ഷാനവാസിനുണ്ടായ ഓവർ കോൺഫിഡൻസ്, അല്ലെങ്കിൽ താൻ എന്തോ ഒരു സംഭവമാണ്, താൻ പുറത്ത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള തോന്നലൊക്കെ ഷാനവാസിൻ്റെ തലയ്ക്ക് മത്ത് പിടിപ്പിച്ചുകൊണ്ട് ഷാനവാസ് തൻ്റെ ഗെയിമിനെ തല കുത്തി മറിക്കുകയായിരുന്നു. എന്നാൽ ഇന്നലത്തെ എപ്പിസോഡിൽ തീർച്ചയായും ലാലേട്ടൻ ഷാനവാസിനെ നല്ല രീതിക്ക് തന്നെ കൊട്ടുന്നുണ്ട്. ഇത് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ഇതിൽ നിന്നും റിക്കവർ ആവാൻ ഷാനവാസിന് സാധിക്കുമോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഒരുപക്ഷെ നമ്മൾ എല്ലാ സീസണുകളിലും ഏകദേശം ഒരു 69-70 ആ ഒരു ദിവസങ്ങൾ, അല്ലെങ്കിൽ 70ാമത്തെ ദിവസം മുതലുള്ള കുറച്ച് ദിവസങ്ങൾ വളരെയധികം നിർണായകമായ ദിവസങ്ങളാണ്. അതായത് ആ ഒരു ദിവസങ്ങളിലാണ് ചില മത്സരാർത്ഥികളെ ബിഗ് ബോസ് പുറത്താക്കുന്നതും ചിലർ സ്വയം ക്വിറ്റ് ചെയ്ത് പോകുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ 7 ഷാനവാസ് ക്വിറ്റ് ചെയ്ത് പോകുമോ എന്നുള്ളൊരു സംശയം കൂടി ഞാൻ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വയ്ക്കുകയാണ്. കാരണം ഷാനവാസിനെ ഒത്തിരി അങ്ങോട്ട് ഷാനവാസിനെ ആരും വിമർശിക്കുന്നതോ അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഷാനവാസിനെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കെ ലാലേട്ടനെ പോലെ ഇത്രയും വലിയൊരു വ്യക്തി വന്ന് ഇത്രയധികം പറഞ്ഞിട്ടും ഷാനവാസിനെ തീർത്തും ഇല്ലാതാക്കുകയായിരുന്നു അല്ലേ ലാലേട്ടൻ. അങ്ങനെ ഇരിക്കെ ഷാനവാസിന് ഇനി അതിൽ നിന്നും ഒരു മോചനം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ആ ഒരു പഴയ ഗെയിമർ എന്നുള്ള ലെവലിലോട്ട് ഷാനവാസ് എത്തുമോ എന്നൊന്നും നമുക്കറിയില്ല. അതെല്ലാം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ഷാനവാസിനെ ആ ഒരു പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ പഴയ ഒരു ഗെയിമറിലേക്ക് എത്തുമെന്ന്. കാരണം ഷാനവാസിന് ഏകദേശം ഒരു 68-69 ദിവസമായി നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരുപക്ഷെ ഒന്നുകിൽ ഷാനവാസ് ക്വിറ്റ് ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ഷോയിൽ തുടരുക തന്നെ ചെയ്യും. എന്തായാലും നല്ലൊരു ഗെയിമർ ആയിരുന്നു. എന്നാൽ ഇടയ്ക്ക് എവിടെയോ ഷാനവാസിൻ്റെ ഗെയിം എവിടേക്കോ പറന്നു പോയി എന്നതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. അതായത് ഷാനവാസിനുണ്ടായ അമിതമായ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ തനിക്ക് പുറത്ത് അത്രയധികം പ്രേക്ഷക പിന്തുണ ഉണ്ട് എന്നുള്ള ആ ഒരു ധാരണ, അതൊക്കെ ഷാനവാസിനെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നമുക്ക് കാത്തിരിക്കാം ഇനിയുള്ള ഷാനവാസിൻ്റെ ഗെയിം എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റി. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.